നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ ഈ ഇലക്ഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്ക് ഇലക്ഷനെ പറ്റി തന്നെ പറയാനാണ് തോന്നുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരെ പറ്റി പറയാനാണ് തോന്നുന്നത്. പൊതുവെ നമ്മുടെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നതാണ് BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന്. കാരണം അവർ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്നത് ഹിന്ദുക്കളെ പറ്റിയാണ്. ഹിന്ദുക്കളുടെ ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. അവരുടെ ഉന്നമനത്തിനു വേണ്ടിയും അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും അവരുടേതായ വിഷയങ്ങളുമാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഒരു പരിധിവരെ എതിർ കക്ഷികൾ പറയുന്നത് ശരിയുമാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് എന്റെ മനസ്സിൽ മറ്റൊരു ആശയം കടന്നുകൂടിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഥവാ നമ്മുടെ കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇത് വർഗീയ പാർട്ടിയാണോ, അതോ മുസ്ലിം ലീഗ് എന്ന് ഒരു പേര് ഇങ്ങനെ പണ്ട് ഇട്ടതുകൊണ്ട് അവർ ജനാധിപത്യപരമായിട്ടാണോ അവർ പ്രവർത്തിക്കുന്നത്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. മുസ്ലിം ലീഗിന്റെ എല്ലാ കെട്ടിടങ്ങൾക്കും പച്ച നിറമാണ്. അത് ലോകത്തിലെ നിറങ്ങളെല്ലാം ഓരോ മതങ്ങൾ പകുത്തെടുത്തിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറം വെള്ളയാണ്. ഹിന്ദുക്കൾക്ക് കാവിയും, മുസ്ലിങ്ങൾക്ക് പച്ചയും, SNDPക്ക് മഞ്ഞ നിറത്തോടാണ് താല്പര്യം. അങ്ങനെ ഓരോ നിറങ്ങളും ഓരോ മതങ്ങൾ വിഭജിച്ചെടുത്തിരിക്കുകയാണ്. അതിലെ പച്ച നിറമാണ് രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓർക്കണം, അവരുടെ സമുദായം അംഗീകരിച്ചിരിക്കുന്ന നിറവും പച്ചയാണ്. സൗദി അറേബ്യയുടെ കൊടിയുടെ നിറം പച്ചയാണ്. പാകിസ്ഥാന്റെ കൊടിയുടെ നിറം പച്ചയാണ്. മുസ്ലിം ലീഗിന്റെ കൊടിയുടെ നിറം പച്ചയാണ്. അവരുടെ ഓഫീസുകൾക്കെല്ലാം പച്ച നിറമാണ്. അവരുടെ കാണിക്ക വഞ്ചികൾക്കെല്ലാം അടിച്ചിരിക്കുന്നത് പച്ച നിറമാണ്. അപ്പോൾ പച്ച നിറത്തോടാണ് അവരുടെ മതപരമായ അഭികാമ്യം. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ ഈ പറയുന്നത് കുറച്ചൊക്കെ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിക്കൂടായികയില്ല. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ കേരള ഘടകം, അതായത് KPCC പറയുന്നത് ഇവർ മതപരമായ ഒരു പാർട്ടി അല്ലെന്നാണ്. KPCC പറയുന്നത് ഇവർ രാഷ്ട്രീയ പാർട്ടി, ഇവർ ജനാധിപത്യ പാർട്ടിയാണെന്നാണ് KPCC പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ അത് നേരായിരിക്കാം, നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. പക്ഷേ ഈ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് അവർ തന്നെ പല വേദികളിലും പറയാറുണ്ട്. അവർക്ക് അവരുടെ മതമാണ് വലുത്, ഞങ്ങൾക്ക് മറ്റു മതങ്ങളുമല്ല വലുത്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമല്ല വലുത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതമാണ് വലുത് എന്ന് അവർ തറപ്പിച്ച് പറയുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ന ഈ പ്രസ്ഥാനം എന്തിനാണ് അവരെ കൂടെ കൂട്ടിയിരിക്കുന്നത്? ഇവരെല്ലാവരും ഘോരഘോരം പ്രസംഗിക്കാറുണ്ടല്ലോ, ഇന്ന പാർട്ടി ഇന്നവരെ കൂട്ടിയിരിക്കുന്നത് വോട്ടിനാണ്, ഇന്ന പാർട്ടി ഇന്നവരെ കൊണ്ടു നടക്കുന്നത് വോട്ടിനാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇവരെ കൂട്ടിയിരിക്കുന്നത് വോട്ടിന് വേണ്ടി, അധികാരം സ്ഥാപിക്കാൻ വേണ്ടി മാത്രമല്ലേ? അതല്ല എങ്കിൽ അതിന്റെ ഒരു പ്രവർത്തകൻ പച്ചയ്ക്ക് പറയുകയാണ് ഞങ്ങൾക്ക് മതമാണ് വലുത്, അതിനപ്പുറത്ത് ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ആ നേതാവ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ്. മിനിമം ആ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാ പിന്നെ ഞാനതിനെ മുസ്ലിം ലീഗായിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ
KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ അനിഷേധ്യ നേതാവ് പറഞ്ഞതിനെ KPCCയുടെ അധ്യക്ഷൻ എതിർത്തോ? ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ എതിർത്തോ? രമേശ് ചെന്നിത്തല എതിർത്തോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എതിർത്തോ? KC വേണുഗോപാൽ എതിർത്തോ? സുരേന്ദ്രൻ എതിർത്തോ? വേണുഗോപാൽ എതിർത്തോ? ആരും എതിർത്തില്ല. കാരണം ഇവർക്കെല്ലാവർക്കും അറിയാം ഇവരൊരു വർഗീയ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ ഭരണം നടത്താൻ പോകുന്നതെന്ന്. എങ്കിൽ എന്തുകൊണ്ട് BJP വർഗീയ പാർട്ടി ആണെന്ന് എന്തിനാണ് പറയുന്നത്? അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനെയുള്ളവർ BJPയെ എതിർക്കാൻ BJP വർഗീയ പാർട്ടിയാണെന്ന് പറയാൻ പാടില്ല. NSS നാളെ രാഷ്ട്രീയ പാർട്ടി ആയാൽ അതും വർഗീയ പാർട്ടിയാണ്. SNDP യോഗം നാളെ രാഷ്ട്രീയ പാർട്ടി ആയാൽ അതും വർഗീയ പാർട്ടിയാണ്. പുലയർ മഹാസഭ നാളെ രാഷ്ട്രീയ പാർട്ടി ആയാൽ അതും വർഗീയ സഭയാണ്. ക്രിസ്ത്യാനികൾ നാളെ രാഷ്ട്രീയ പാർട്ടി ആയാൽ അതും വർഗീയ പാർട്ടിയാണ്. ഒരു സമുദായത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അത് വർഗീയ പാർട്ടി തന്നെയാണ്. ഒരു തർക്കവുമില്ല. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എതിർത്ത് അഭിപ്രായം ഇടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നമസ്കാരം.